ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാൻസ് വേൾഡ്. ഇന്ന് എൻ്റെ ഗാർഡനിലെ പുതിയ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ കുറച്ച് കളർ പ്ലാന്റ്സുകളെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം. ഈ ഓരോ കളർ പ്ലാന്റുകൾക്കും ഓരോ പേരുകളുണ്ട്. ഓരോന്നിനും ഓരോ പേരുകളാണ്. വ്യത്യസ്ത നാമത്തിൽ അറിയപ്പെടുന്നവയാണ് ഇവയോരോന്നും. പക്ഷേ സത്യം പറയട്ടെ, എനിക്കിതിൻ്റെ ഒന്നും പേരറിയില്ല. എൻ്റെ കയ്യിൽ കുറച്ച് കളർ പ്ലാന്റുകളുടെ കളക്ഷൻസ് ഉണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. എൻ്റെ കയ്യിൽ ഏതൊക്കെയാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് കാണണ്ടേ. അതിലാദ്യത്തെയാണ് ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ചെടിയാണ്. ഇതിൻ്റെ കളറെന്ന് പറഞ്ഞാൽ അത്ര അട്രാക്റ്റീവാണ്. ഗ്രീൻ, യെല്ലോ, പിങ്ക് അങ്ങനെ 3 കളറ് മിക്സ് ചെയ്ത് വരുന്നത് പോലെ നല്ല രസമാണ്. അതിൻ്റെ ഇല എത്ര വിചിത്രമായിട്ടും വ്യത്യസ്തമായിട്ടാണ് ഓരോ സൃഷ്ടികളും ഭൂമിയിൽ, അല്ലേ? ഈ ചെടികളെന്ന് പറയുമ്പോൾ എത്ര വെറൈറ്റീസാണ്. ഇതിൻ്റെ ഇല തന്നെ നോക്കൂ, എന്ത് ഭംഗിയാണ്. അതുപോലെ എൻ്റെ കയ്യിലുള്ള മറ്റൊരു കളർ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ്. എന്ത് മനോഹരമായൊരു കളർ ഷെയ്ഡാണ് നോക്കിയേ. നടുവിൽ ഒരു കളറ്, ആ ഇലയ്ക്ക് ബോർഡർ എന്ന വണ്ണം ഗ്രീൻ കളറ്, ഒരു ഡാർക്ക് മറൂൺ ഷെയ്ഡാണ് സെൻറ്ററിൽ വരുന്നത്. അതിന് ചുറ്റും ഗ്രീൻ കളർ ബോർഡറാണുള്ളത്. അതിൻ്റെ സൈഡിലുള്ള ആ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ആ ഷേപ്പ് എന്ന് പറയുന്നതൊക്കെ എത്ര പെർഫെക്റ്റായിട്ടാണ്, അല്ലേ? എത്ര മനോഹരമായിട്ടാണ് ഓരോന്നും സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ഭൂമിയിൽ. ആ ചെടിയുടെയൊക്കെ ഇലയുടെയൊക്കെ ഭംഗി കാണുമ്പോൾ നമുക്ക് കണ്ണെടുക്കാൻ തോന്നത്തേയില്ല. നമ്മൾ എത്ര നേരം വേണമെങ്കിലും ഇതിലൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് പോകും. നമ്മുടെ മനസ്സിലൊരു സങ്കടം വരുമ്പോൾ, എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ ഇതുപോലെ ഈ ചെടികളിലും പൂക്കളിലും ഈ ഇലകളിലൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മനസ്സിന് എന്തൊരു ശാന്തതയാണെന്നറിയോ. ഈ പ്ലാന്റുകളൊക്കെ നമ്മൾ കുറച്ചാകുമ്പോൾ കട്ട് ചെയ്ത് പുതിയതായിട്ട് വെച്ച് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് നശിച്ചു പോകും. ഒരു സമയം കഴിയുമ്പോൾ ഇതിൻ്റെ തണ്ടൊക്കെ മൂത്ത് പോവും. അപ്പോൾ ഇത് പെട്ടെന്ന് അങ്ങനെ ഉണങ്ങി ആകെ ഡ്രൈ ആയി അത്ര ഭംഗിയില്ലാത്ത രീതിക്കായി മാറും. അധികം ബുഷിയാവാതെ നിൽക്കും. അതുകൊണ്ട് നമ്മൾ കുറച്ചാവുമ്പോൾ ഇതിനെ കട്ട് ചെയ്തെടുത്ത് പുതിയതായിട്ട് ഒന്ന് റീപോർട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ വീണ്ടും വളരെ മനോഹരമായിട്ട് നല്ല ബുഷിയായിട്ട് അത് വളർന്നു വരും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. എൻ്റെ കയ്യിലുള്ള രണ്ടാമത്തെ വെറൈറ്റിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇനി എൻ്റെ കയ്യിലുള്ള അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ് എൻ്റെ കയ്യിലുള്ള അടുത്ത ഒരു കളർ പ്ലാന്റ്. ഇതിൻ്റെ ഇലയും നോക്കിയേ, ഒരു ഇലയിൽ തന്നെ എന്തെല്ലാം കളറുകളാണ്. ആ കളർ പാറ്റേൺ വന്നിരിക്കുന്ന ആ ഒരു മോഡൽ നോക്കൂ. ആദ്യം ഒരു കളറ്, പിന്നൊരു കളറ്, പിന്നൊരു കളറ്, അങ്ങനെ എന്ത് ഭംഗിയാണ് നോക്കൂ. ഇത്ര പെർഫെക്റ്റായിട്ടാണ് അതിൻ്റെ ആ ഇലയുടെ ഷേപ്പും കളറും എല്ലാം ഇത്ര അട്രാക്റ്റീവാണ്. അത്യാവശ്യം വെള്ളവും വെളിച്ചവും ഒക്കെ ഉണ്ടെങ്കിൽ ഈ കളർ പ്ലാന്റുകൾ നല്ല ബ്രൈറ്റായിട്ടിരിക്കും. തണലത്തിരിക്കുമ്പോൾ ഇതിനത്ര കളറ് ഉണ്ടാവത്തില്ല. സൺലൈറ്റ് കിട്ടുമ്പോഴാണ് ഇത് നല്ല കളറായിട്ട് വരിക. ഡാർക്കായിട്ടുള്ള കളേഴ്സിലോട്ട് ഇത് മാറണമെങ്കിൽ നല്ല സൺലൈറ്റ് ഉള്ള ഭാഗത്ത് നമ്മൾ വെക്കണം. അതുപോലെ തന്നെ ഇതിന് വെള്ളവും കൊടുക്കണം. ഡെയിലി വെള്ളവും വേണം. നന്നായിട്ട് സൺലൈറ്റ് ഉണ്ടെങ്കിൽ നല്ല കളർ ഷെയ്ഡിൽ ഇത് വളർന്നു വരും. നല്ല ബുഷിയായിട്ട് ഇരിക്കുകയും ചെയ്യും. ബുഷിയായിട്ടിരിക്കുക നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുറച്ചാകുമ്പോൾ ഇത് റീപോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോഴേ ഇത് നന്നായിട്ട് ബുഷിയായിട്ട് ഇരിക്കത്തുള്ളൂ. ഇനി എൻ്റെ കയ്യിലുള്ള അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ്. ഒരു ഗ്രീനും അതുപോലെ ഒരു ലൈറ്റ് ഗ്രീനും. ഓൾറെഡി ഗ്രീൻ തന്നെ ഒരു ലൈറ്റ് കളറാണ്. അതിൽ പിന്നെയും ഒരു കിളിപ്പച്ച കളറ് കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളർ. ഇതാണ് എൻ്റെ കയ്യിലുള്ള അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത്. ഇതിനൊക്കെ ഓരോന്നിനും ഓരോ പേരുകളുണ്ടാവും. പക്ഷേ എനിക്കിതിൻ്റെ പേരുകളൊന്നും അറിയാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്.
നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള പ്ലാന്റുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഷെയർ ചെയ്യണേ. അതുപോലെ ഈ പ്ലാന്റുകളുടെയൊക്കെ പേര് നിങ്ങൾക്ക് അറിയുമെങ്കിലും ഷെയർ ചെയ്യണേ. ഞാനിത് റീപോർട്ട് ചെയ്തെടുത്തതാണ്. ആദ്യം ഉണ്ടായിരുന്ന പ്ലാന്റിനെയൊക്കെ പറിച്ച് കളഞ്ഞിട്ട് അതേ പോട്ടിൽ തന്നെ പുതിയതായിട്ട് വെച്ചു കൊടുത്തതാണ് ഈ പ്ലാന്റ്. അതുകൊണ്ടാണ് ഈ പ്ലാന്റ് ഇത്രയും സ്മോളായിട്ടിരിക്കുന്നത്. കുറച്ച് ദിവസത്തിൽ തന്നെ ഇത് ബുഷിയായിട്ട് വളർന്നോളും. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഓരോ കളർ പ്ലാന്റ്സുകളും കളർ ലീഫുകളുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.